എല്ലാ കാലത്തും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ചാനലാണ് BBC. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാവർക്കും ആ ചാനലിനെ കുറിച്ച് അറിയാം, പ്രത്യേകിച്ച് മലയാളികൾക്ക് തന്നെ BBC കുറിച്ച് അറിയാം. ആ ചാനൽ പൂട്ടുമെന്നാണ് ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ. അത് നമ്മുടെ BBC ആരാധകരെ, മലയാളികളായ BBC ആരാധകരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലോ. സത്യം പറഞ്ഞാൽ ശ്രീത്ത് പറഞ്ഞത് ശരിയാണ്. എല്ലാ രാജ്യത്തിലെ എല്ലാവർക്കും അറിയാം BBC ന്യൂസ് എന്ന് പറയുന്ന മാധ്യമ രംഗത്തെ വമ്പൻ ഒരു മാധ്യമ ശൃംഖല തന്നെയാണ് BBC ന്യൂസ് എന്ന് പറയുന്നത്. അത് ഒരു രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ മലയാളികൾ പോലും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ BBC ന്യൂസ് കാണണം എന്ന് പറഞ്ഞു പഠിപ്പിച്ച അധ്യാപകർ നമുക്കൊക്കെ ഉണ്ട്. അപ്പം ഒരു പക്ഷേ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറേ നമുക്ക് വേർഡുകൾ കൈകാര്യം ചെയ്യാനും ഒക്കെ BBC ന്യൂസ് വെച്ച് അത്രയ്ക്ക് പഴമയുള്ള അല്ലെങ്കിൽ പഴമയിൽ നിന്നും പുതുമയേറിയിട്ടുള്ള വലിയ നല്ലൊരു ചാനൽ തന്നെയാണ് BBC ന്യൂസ്. അതിൻ്റെ വാർത്താ നിലവാരങ്ങളും വാർത്തകളും ഒക്കെ അത്തരത്തിലായിരുന്നു. 1922 ബ്രിട്ടനിലാണ് BBC ന്യൂസിൻ്റെ ആ ഒരു സ്ഥാപനം നിലവന്നത്. പക്ഷേ 1927 BBC ന്യൂസ് എന്ന ആ ഒരു ചാനലായിട്ട് അത് നിലവിൽ വരികയും പിന്നീട് അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഏകദേശം 21,000 തൊഴിലാളികളാണ് BBC ന്യൂസിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ സ്ഥാപനം പൂട്ടുന്നത് എന്നൊരു ചോദ്യമായിരിക്കും ശ്രീത്തിൻ്റെ മനസ്സിലുള്ളത്. കാരണം ഇത്രയും വലിയൊരു ശൃംഖല, ഇത്രയും വലിയ ഒരു മാധ്യമ രംഗത്തെ ഒരു വമ്പൻ എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ BBC-യോളം മറ്റൊരു ചാനലിൽ പിന്നീട് അത്രയും ഒരു ആധിപത്യം വേറൊരു ചാനലിന് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം വാർത്ത നൽകുന്ന ചാനലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ ആരാധകരുള്ള ചാനലാണ്. അത് ഒരു പക്ഷേ നമ്മുടെ കേന്ദ്രം നോട്ടം ഇട്ടിട്ടുള്ള ഒരു ചാനൽ എന്ന് തന്നെ പറയാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ BBC ന്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ ജോലി ചെയ്ത സ്ഥാപനം എന്നുള്ള നിലയിലും ഒക്കെ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ മലയാളികളുടെ ഇടയിൽ വന്നിട്ടുള്ള ചാനലാണ്. അതിനപ്പുറം രാജ്യാന്തര തലത്തിൽ നോക്കുമ്പോൾ വലിയ വമ്പൻ ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ്. പിന്നീട് എന്തിനാണ് ഇത് പൂട്ടുന്നതെന്നുള്ളൊരു തോന്നലാണ്. കടക്കണി എന്ന് തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ തന്നെ പറ്റും. കാരണം അൽ ജസീറ എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റി ശ്രീത്ത് കേട്ടിട്ടുണ്ടായിരിക്കുക. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് നിന്ന് പലസ്തീൻ ഗാസ വിഷയങ്ങളൊക്കെ വളരെ നേരോടെ ഈ പറഞ്ഞതുപോലെ രാജ്യാന്തര ലെവലിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ സംപ്രേഷണം ചെയ്യുക, അവരുടെ ഒരു ആധിപത്യം വലുതായിരുന്നു. അതോടെ തന്നെ BBC-യുടെ ഒരു മാർക്കറ്റിംഗ് ഇത് കുറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ആധിപത്യം. BBC 2030 ചാനൽ TV സംപ്രേഷണം നിൽക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതിൻ്റെ പ്രഖ്യാപനവുമായി എത്തിയത് എൻ്റെ മേധാവി ടിം ഡേവിയാണ് പറഞ്ഞിരിക്കുന്നത്. ചാനലുകൾ TV സംപ്രേഷണം നിർത്തും, പക്ഷേ എന്നാൽ ഓൺലൈനിലേക്ക് ഇത് പോകുമെന്നുള്ളത്. പക്ഷേ ഇത് നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, ഓൺലൈനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് BBC പോലുള്ള 1922 സ്ഥാപിതമായ ഈ ചാനൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ മറ്റൊരു മാധ്യമ രംഗത്തെ വിപ്ലവമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. കാരണം അത് മറ്റുള്ള ചാനലുകൾക്ക് ഒരു മാതൃകയാവുകയാണ്. അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ചാനലുകൾ TV സംപ്രേഷണം നിർത്തിക്കൊണ്ട് ഓൺലൈൻ രംഗത്തേക്ക് പോവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം ജേർണലിസം പഠിച്ചത് മാധ്യമ സ്വാതന്ത്ര്യം എന്താണെന്നുള്ള. നമുക്ക് ഏത് വാർത്തകളും എന്തും ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ബ്രോഡ്കാസ്റ്റിംഗ് വഴിയുണ്ട്, TV ചാനലുകൾ വഴിയുണ്ട്. പക്ഷേ അതേസമയം ഓൺലൈൻ മീഡിയയ്ക്ക്, ഇപ്പോൾ ശ്രീത്തും നമ്മളെല്ലാം ഡിജിറ്റൽ മീഡിയ വർക്ക് ചെയ്യുന്നത്, നമുക്ക് കണ്ടന്റുകൾ എടുക്കുന്നതിന് നമുക്ക് ഈവൻ നമ്മളൊരു വേർഡ് പോലും ഒരു തംബ്നെയിൽ പോലും ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, യൂട്യൂബ് അതിനെ വലിക്കാൻ സാധ്യതയുണ്ട്. യൂട്യൂബ് അതിനെ പ്രക്ഷേപണം ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില നൂലാമാലകൾ ഡിജിറ്റൽ മീഡിയയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുണ്ട്. കാരണം ഇത് ഒരാളുടെയാണ്, ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഈ ചാനലിൻ്റെ മേക്കിംഗ് ആയിട്ടുള്ള പല ടെക്നിക്കൽ കാര്യങ്ങളിൽ അതിൽ ബോട്ടും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിക്കണം. ഇപ്പോൾ ഒരു വാർത്ത കൊടുത്താൽ അത് കൊടുക്കണോ വേണ്ടായോ എന്ന് അത് മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ്. ഒരു യൂട്യൂബിൻ്റെ നിയന്ത്രണം. എന്നാൽ ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനെയല്ല. നമ്മൾ വിടുന്ന നമ്മുടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ്, എനിക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ കൂടുതൽ അറിയില്ലെങ്കിലും ഒരു ബ്രോഡ്കാസ്റ്റിംഗ് രീതിയിലൂടെ ഒരു ചാനൽ ഇത്തരത്തിൽ TV-യിലേക്ക് നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് TV-യിലോട്ട് സംപ്രേഷണം ചെയ്യുമ്പോൾ അവിടെ ഒരു മാധ്യമ സ്വാതന്ത്ര്യമാണ്. മറ്റേത് ലിമിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ BBC പോലുള്ള ഇത് വേൾഡിലെ എല്ലാ വാർത്തകളും എടുക്കുന്ന, ഈവൻ യുദ്ധങ്ങളായാലും മറ്റെല്ലാം എടുക്കുന്ന BBC-ക്ക് അത് എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ BBC അത്തരത്തിൽ പോകുന്നത് ഒരു ലാഭം പ്രതീക്ഷിച്ചാണ്. കാരണം ഇപ്പം നഷ്ടത്തിലാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അൽ ജസീറ വന്നതിന് ശേഷം
BBC വലിയൊരു നഷ്ടത. ഇന്ത്യയുടെ ഒരു ഇതിലേക്കുള്ള സംപ്രേഷണം പലയിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇന്ത്യയിലേക്കുള്ള. കാരണം അതിന് നമുക്കറിയാം നമ്മുടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്തതും അതിനെയൊക്കെ പറ്റി കേസുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള ബ്രോഡ്കാസ്റ്റിംഗ് അവിടെ BBC-യുടെ ഇത് പലയിടത്തും ബ്ലോക്കിംഗ് ആണ്, പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജനങ്ങൾ തന്നെ ആ ചാനൽ ബഹിഷ്കരിക്കുന്ന ഒരു തരത്തിൽ വന്നാൽ അങ്ങനെയാണെങ്കിൽ അവർക്കത് വലിയൊരു സാമ്പത്തിക നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലേക്കും ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിലേക്ക് ഇവർക്ക് ഈ പ്രക്ഷേപണത്തിലുള്ള പല വിഷയങ്ങളുണ്ട്. മാത്രമല്ല ഓരോ രാജ്യങ്ങൾക്കും ഓരോ രീതിയിലാണ് പ്രക്ഷേപണം കൊടുക്കുന്നത്. അതിന് ഇത്ര രൂപ വെച്ചും ഇത്ര ശതമാനം അവരുടെ ലാഭത്തിൻ്റെ ഇത്ര വിഹിതം ടാക്സ് കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉള്ള പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ. അപ്പോൾ പൂട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ കടമ തന്നെയാണ്, സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അതിൽ പ്രധാന പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. BBC ലിമിറ്റഡായി എന്നുള്ളതാണ് കാര്യം. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന് പ്രശ്നം വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന് മറ്റൊരു കാരണം. പക്ഷെ അത് അവർ തുറന്നു പറയത്തില്ല. അവർ പറയുന്നത് 2030 ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു എന്നുള്ളത് തുറന്നു പറയാൻ മടിക്കുമല്ലോ. കാരണം BBC പോലുള്ളൊരു BBC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടനിലെ ഒരു സംസ്കാരത്തെയും ബ്രിട്ടൻ ജനം അതായത് അവരുടെ ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് BBC ന്യൂസ് എന്ന് പറയുന്നത്. അവരുടെ ജീവിത ശൈലി തന്നെ നമ്മൾ രാവിലെ മലയാള മനോരമ പത്രം അല്ലെങ്കിൽ ദേശാഭിമാനി പത്രം എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ജീവിത ശൈലി എന്താണോ അതാണ് BBC ന്യൂസ് എന്ന് പറയുന്നത്. ബ്രിട്ടനിലെ BBC ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പാരമ്പര്യമുള്ള ഒരു ചാനൽ പെട്ടെന്ന് പൂട്ടിക്കെട്ടുന്നു എന്ന് പറയാൻ അവർക്കൊരു വൈഷമ്യമാണ്. അതുകൊണ്ടാണ് ഓൺലൈനിലേക്ക് ഞങ്ങൾ മാറുന്നത്. ഈ ഓൺലൈനിലേക്ക് മാറാനുള്ള കാരണം BBC പൂട്ടാനും പറ്റില്ല, എന്നാൽ അതേസമയം അവർക്ക് ലാഭം ഉണ്ടാക്കുകയും വേണം. അപ്പോൾ അത്തരത്തിലൊരു ഓൺലൈൻ സംപ്രേഷണത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിനെ അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഓൺലൈൻ ഈ പറയുന്നോണം ഏഷ്യാൻ ന്യൂസ് ആണെങ്കിലും 24 ആണെങ്കിലും ഇങ്ങനെയുള്ള കുറേ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാം ഓൺലൈനിലേക്ക് ലൈവൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് എത്രയോ തവണ ഇതടിക്കുന്നുണ്ടല്ലേ, ചില ന്യൂസുകളൊക്കെ വലിക്കുന്നുണ്ടെന്ന് അവസ്ഥയുണ്ട്. പക്ഷേ അതേസമയം TV-ന്ന് വലിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ വീണ്ടും അത് സംപ്രേഷണം ചെയ്യാം. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴും മാത്രമായിട്ട് നിൽക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നത് പോലും ചിലപ്പം നമ്മൾ ഈ ഇന്ത്യ പാക് സംഘർഷം വന്നപ്പം തന്നെ നമ്മൾ യൂട്യൂബിന്റെ നിയന്ത്രണങ്ങൾ യൂട്യൂബിന്റെ പല നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടത് വരും. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം അവിടെ ഹനിക്കപ്പെടുന്നു. മറ്റൊരു മാധ്യമ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത്. എന്ത് തന്നെയായാലും BBC ന്യൂസ് ഈ ഒരു രീതിയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞത് അൽ ജസീറയുടെ ഒരു ആധിപത്യം തന്നെയാണ്. അവർ വന്നതുകൊണ്ട് തന്നെ ഇവരുടെ മാർക്കറ്റിംഗ് ഡൗൺ ആവുകയും കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ അവസ്ഥ അത്തരത്തിൽ വലിയ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോണുകൾ കയ്യിലുള്ളത് കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. അത് മറ്റൊരു ശ്രീത്ത് പറഞ്ഞതുപോലെ ഇപ്പോഴെല്ലാം ഫാസ്റ്റ് ലൈഫുകളാണ്. ഫാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണെങ്കിൽ പോകുന്ന വഴി ആരും TV എടുത്തുകൊണ്ടൊന്നും യാത്ര ചെയ്യുന്നില്ല. ഇപ്പം പണ്ടൊക്കെ മലയാളികളാണെങ്കിൽ സ്ത്രീകൾ കുടുംബിനികളാണ് ഏറെക്കുറെ. പക്ഷേ ഇന്ന് എത്ര സ്ത്രീകളുണ്ട്? എല്ലാവർക്കും ജോലിയുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ജോലിയുണ്ട്. കുട്ടികളാണെങ്കിൽ പോലും വൈകുന്നേരം ട്യൂഷൻ ഇത് ആരും TV-യുടെ മുമ്പിൽ അങ്ങനെ ഇരുന്നുള്ള ഇതില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും വീട്ടിലാണെങ്കിൽ പോലും TV വെറുതെ ഇട്ടിരുന്നാൽ പോലും അവരത് ശ്രദ്ധിക്കത്തില്ല. മൊബൈലിൽ തന്നെയാണ് എല്ലാവരും വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ എന്നുള്ള ഫാസ്റ്റ് ലൈഫാണ്. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ക്ഷമയില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് വാർത്തകൾ തീർക്കുന്നത് എങ്ങനെയാണോ, ചെറിയ കാര്യങ്ങൾ ചെറിയ റീലുകളിലൂടെ എങ്ങനെയാണ് അവർ അറിയേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അറിയേണ്ടത്. കാരണം ആർക്കും ഈ ദീർഘനേരം ഇരുന്ന് TV കാണാനുള്ള മാനസികാവസ്ഥയില്ല. അതിനുവേണ്ടി സമയം കളയാറില്ല. എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ സമയം കളയുന്നു എന്നുള്ളതാണ്. അത് കൂടുതലും ഫോണിലൂടെയാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ TV സംപ്രേഷണം വെറുതെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ പ്രമുഖ ചാനലുകളായ ഏഷ്യാനെറ്റും 24 റിപ്പോർട്ടറും മലയാളം ചാനലുകൾ, സിയുടെ ചാനലുകൾ, നമ്മുടെ രാജ്യത്തിനകത്തുള്ള പല ചാനലുകൾ, മിക്ക ചാനലുകളും ലോക നിലവാരത്തിലെടുത്ത എല്ലാ ചാനലുകൾക്കും എന്തുണ്ട്? യൂട്യൂബ് ഉണ്ട്, അവർക്ക് വെബുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം മാത്രമേ ഉള്ളൂ. പക്ഷേ TV അങ്ങനെ റേറ്റിംഗ് TV കാണുന്നവർ ഈ പറഞ്ഞതുപോലെ പ്രായമായ കുറച്ച് പേര് വീട്ടിലുള്ളവർ മാത്രം ചിലപ്പോൾ വലിയ സ്ക്രീനിൽ ഇരുന്ന് TV ഇരുന്ന് കാണുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അത് ഇനിയിപ്പോൾ TV കേബിൾ തന്നെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കേബിൾ കട്ടിയപ്പം ഈ പറഞ്ഞതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റമുള്ള TV സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വൈഫൈ വഴി കണക്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബ് TV-യിലൂടെ കാണാം, വലിയ സ്ക്രീനിൽ കാണാം. ലൈവായിട്ട് പോകുന്നുണ്ട് വാർത്തകൾ. അപ്പോൾ വാർത്തകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു സംവിധാനത്തിന് കേബിൾ കണക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്നോണോ മറ്റുള്ള സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡിഷോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഈ യൂട്യൂബിലൂടെ തന്നെ നമുക്ക് ലൈവ് പ്രോഗ്രാമുകൾ
പ്രോഗ്രാമുകൾ കാണാം. ഇപ്പോൾ അല്ലാത്ത സിയുടെയും ഏഷ്യാനെറ്റിൻ്റെയൊക്കെ പ്രോഗ്രാമുകൾ പോലും അവർ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കേബിൾ സൗകര്യങ്ങളോ ഈ പറഞ്ഞ ഡിഷോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മറ്റൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ BBC ന്യൂസ് ഇത്തരത്തിലേക്ക് മാറുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരു പക്ഷേ എല്ലാ ചാനലുകൾക്കും ഇതൊന്ന് ഇൻസ്പയർഡ് ആവും. ഇപ്പോൾ ഈ വാർത്താ ചാനലുകളെല്ലാം ഒരു പക്ഷേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം ലാഭവും അതാണ്. ഈ പറഞ്ഞോളം വലിയ വലിയ സംഗതികളൊന്നും വേണ്ട. ഒരു ഡിജിറ്റൽ മീഡിയ തുടങ്ങാൻ സാറ്റലൈറ്റ് മീഡിയയുടെ അത്രയും വലിയ സംഗതികൾ വേണ്ട, കുറച്ച് സൗകര്യങ്ങൾ മതി. അപ്പോൾ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് കുറഞ്ഞ ലാഭം, അതായത് കുറഞ്ഞ സാമ്പത്തികം ഇട്ടുകൊണ്ട് കുറഞ്ഞ പണം നിക്ഷേപിച്ചുകൊണ്ട് വലിയ ലാഭം നേടാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഡിജിറ്റൽ മീഡിയ. പക്ഷെ അവിടെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് അവിടെ മിനിമൈസ് ചെയ്തു പോകുന്നുണ്ട്. അത് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാണ്ടത്തെ ഒരാളുടെ കൺട്രോളിലേക്ക് വരും. ആ ആള് ഇരുന്ന് നിയന്ത്രിക്കുന്ന, ഇപ്പം ഈ ശ്രീത്ത് ഇടയ്ക്ക് പറഞ്ഞതുപോലെ യൂട്യൂബ് നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ നിയന്ത്രണം ആ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ്. ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന മറ്റൊരു വ്യക്തികളോ ഇന്ന കാര്യങ്ങൾ മതി എന്ന് പറയുന്നതേ യൂട്യൂബിലൂടെ ജനങ്ങളിലേക്ക് എത്തും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം ഇന്ത്യ പാക് സംഘർഷം, ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെയല്ല, ഒരു ഇന്ത്യ പാക് സംഘർഷം നടക്കുകയാണ്. ഇതിൻ്റെ നിയന്ത്രിക്കുന്ന വ്യക്തി യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിള്, ഇവരുടെയൊക്കെ തലവന്മാരുണ്ടല്ലോ, തലവന്മാരുടെ ഇടയിൽ ഇന്ത്യയെ നമ്മൾ കൂടുതൽ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, ബാൻ ചെയ്യാൻ പറ്റും. ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇത് പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ പല വിഷയങ്ങളും ഇതിലേക്ക് വരാൻ സാധ്യത. മാത്രമല്ല ബ്രോഡ്കാസ്റ്റിംഗ് രീതിയാണെങ്കിൽ ആ മാധ്യമ സ്വാതന്ത്ര്യം തന്നെ നമുക്കുണ്ടായി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മറ്റൊരു ഭാഗം, നാളെ യൂട്യൂബ് കൂട്ടിക്കെട്ടിയാൽ പിന്നെ മറ്റേതെങ്കിലും രീതിയിലേക്കൊക്കെ പോകേണ്ടി വരും. ഒരു സ്ഥായിയായ ഒരു സംഗതിയല്ല ഓൺലൈൻ. പക്ഷേ ഇതൊരു മറ്റൊരു വിപ്ലവം, മാധ്യമ രംഗത്തെ മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. BBC ന്യൂസ് പോലുള്ളത് ഇങ്ങനെ മാറുന്നത് മറ്റൊരു ചുവടുവയ്പ്പില്ലാത്ത, അതായത് നമുക്ക് കണ്ടറിയാം.